അപ്പൊ ഇതാ നമ്മളുടെ +1 ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് സെറ്റ് ഓഫ് ടോപ്പിക്സ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ഒരു എൻസൈമിന്റെ ആക്ടിവിറ്റി വളരെ പ്രധാനമാണ് അല്ലെ. അപ്പോൾ ആ എൻസൈമിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, കെമിക്കൽ റിയാക്ഷൻസുകൾ സംഭവിക്കുമ്പോൾ അവിടെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ആ എൻസൈമിന്റെ ആക്ടിവിറ്റിനെ ബാധിക്കുന്ന ഘടനകൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഒരു എൻസൈം ആക്ടിവിറ്റി സമയത്ത് അല്ലെ, ഒരു എൻസൈം നമ്മൾ അവിടെ യൂസ് ചെയ്യുമ്പോൾ, എൻസൈം എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? എൻസൈം എന്താണ് മക്കളെ? എൻസൈം എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷന്റെ സമയത്ത് ഒരു കെമിക്കൽ റിയാക്ഷന്റെ സമയത്ത് എന്തെങ്കിലും സാധനങ്ങൾ റിയാക്ട് ചെയ്യുന്നു അല്ലെ. എയും ബിയും കൂടെ റിയാക്ട് ചെയ്ത് നമുക്ക് സി കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, ജസ്റ്റ് ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ മിസ്. അപ്പൊ എന്ത് പറ്റുന്നു? അപ്പോ ഇവിടെ ഇത് നടക്കുന്നത് ഒരു 1 മിനിറ്റ് കൊണ്ടാണ് ഈ റിയാക്ഷൻ നടന്നതെന്ന് നിങ്ങൾ വിചാരിക്കാം. ഓക്കെ, പക്ഷേ എനിക്കത് 1 മിനിറ്റ് താഴെയുള്ള ഒരു റിയാക്ഷൻ ആക്കി ഇതേ പ്രൊഡക്റ്റില് ഒന്നും മാറാതെ സ്പീഡ് മാത്രം കൂട്ടാൻ സഹായിക്കുന്ന ഒരാളാണ് ആര്? ഈ പറയുന്ന എൻസൈം എന്ന് വിളിക്കുന്നത് അല്ലെ. ഇപ്പൊ എനിക്കിത് ചെയ്തു വന്നപ്പോ 57 സെക്കൻഡ് ആയുള്ളൂ, 1 മിനിറ്റ് ആയോ? ഇല്ല. എന്ന് പറയുന്നത് പോലെ ഏതൊരു കെമിക്കൽ റിയാക്ഷനും എന്താണ്, അവരുടെ പ്രോപ്പർട്ടീസ് ഒന്നും മാറാതെ എന്ത് മാത്രമേ കൂട്ടിയുള്ളൂ ഞാൻ? അവിടുത്തെ സ്പീഡ് മാത്രം കൂട്ടാൻ സഹായിക്കുന്ന ആളാണ് ആര്? എൻസൈം എന്ന് നമ്മൾ വിളിക്കുന്നത് എൻസൈം. ഓക്കെ, അറിയാലോ. അപ്പോ നമ്മളുടെ ഈ പറയുന്ന എൻസൈമൽ ആക്ടിവിറ്റീന്റെ സമയത്ത് ഏതൊക്കെ ഘടനകളാണ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് എഫക്ട് ചെയ്യണമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മളുടെ ലൈഫിനെ സംബന്ധിച്ച് നമുക്ക് ജീവിക്കാൻ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് വേണ്ടത്? പ്രധാനമായിട്ട് നമുക്ക് എന്ത് വേണം? ഭക്ഷണം വേണം അല്ലെ. നമുക്ക് ഫുഡ് എന്ന് പറയുന്ന ഒരു ഘടന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വെള്ളം, ജലം അല്ലെ, വാട്ടർ വേണം നമുക്ക്. പിന്നെ നമുക്ക് എന്ത് വേണം? ഷെൽട്ടർ വേണ്ടേ? ഒരു വീട് വേണ്ടേ? അല്ലെങ്കിൽ ഒരു അടച്ചുറപ്പുള്ള എന്തെങ്കിലും ഒരു ബിൽഡിംഗ് വി ഹാവ് അല്ലെ, വേണം അല്ലെ, വി മസ്റ്റ് ഹാവ്. പിന്നെ എന്താണ്? പിന്നെ മറ്റു കാര്യങ്ങൾ, ഡ്രസ്സ്, അങ്ങനെ കുറേ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. അപ്പൊ ഈ എസെൻഷ്യൽ കാര്യങ്ങൾ എന്ന് പറയുന്നത് പോലെ ഈ എൻസൈംസുകളിലും ഒരുപാട് റിയാക്ഷൻസുകൾ, കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ എല്ലാ ആൾക്കാരെയും എന്തും വരുന്നുണ്ട്, അവരുടെ കൂടെ വരുന്ന കുറേ ലൈക്ക് അക്കോമഡേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് ഫാക്ടേഴ്സുകൾ ഉണ്ട് ദാറ്റ് എവിടെ എൻസൈം ആക്ടിവിറ്റീനെ റിലേറ്റ് ചെയ്തുകൊണ്ട്. സോ അവരെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ കണ്ടോ, ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി. എൻസൈം ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദ ചേഞ്ചസ് വിച്ച് കണ്ടീഷൻസ് ദാറ്റ് എഫക്ട് ദ ഷേപ്പ് ഓഫ് ദ ടെർട്ടറി സ്ട്രക്ചർ. ഇപ്പൊ നമ്മളുടെ എൻസൈംസുകളുടെ കേസ് എടുത്തു നോക്കിയാൽ പ്രൈമറി സ്ട്രക്ചർ പോലെയല്ല സെക്കൻഡറി പോലെയല്ല ടേഴ്സറി പോലെയല്ല ക്വാട്ടേണറി. പ്രൈമറി തൊട്ട് അങ്ങ് ക്വാട്ടേണറി വരെ എന്താണ്, ഓരോ ആൾക്കാരും കോംപ്ലക്സ് ഫോമിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ എൻസൈംസുകളുടെ ഈ കോംപ്ലക്സിറ്റി കൂടുന്നതിന്റെ മേജർ ഫാക്ടേഴ്സുകളാണ് ആരൊക്കെ? ടെമ്പറേച്ചർ അല്ലെ, ചൂടല്ലേ, താപനില ആണല്ലോ. രണ്ടാമത്തേതാണ് pH. അവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു ക്യാരക്ടറാണ് ഇത് pH എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ. സോ ദാറ്റ്സ് ഓൾസോ അനദർ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഓഫ് എൻസൈം ആക്ടിവിറ്റി. ഓക്കെ, പിന്നെയാണ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ. എന്താണ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ? നമ്മളിപ്പോ എക്സാം ആണ്, എക്സാം സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും അല്ലെ. പഠിച്ച് ഒരു റിവിഷൻ കഴിഞ്ഞ്, 2 റിവിഷൻ കഴിഞ്ഞ്, അങ്ങനെ 10 റിവിഷനും കഴിഞ്ഞ്, 12 റിവിഷനും കഴിഞ്ഞ്, ഇങ്ങനെ നമ്മൾ പഠിച്ച് ഇനി നമ്മുടെ തലയിൽ ഒന്നും കേട്ട സ്ഥലമില്ല. നാളെ രാവിലെ 10 മണിക്കാണ് എക്സാം എന്ന് വിചാരിക്കാം. ഇന്ന് നമ്മളൊരു 10 മണി വരെ, രാത്രി വരെ പഠിച്ചു, ഇനി ഒന്നും തലയിൽ കയറില്ല. പക്ഷെ ഒരു ടോപ്പിക് കൂടെ പഠിക്കാണ്ട് എത്ര ശ്രമിച്ചിട്ടും അത് നിങ്ങളുടെ തല എത്തുന്നില്ല. ബിക്കോസ് യു ഗോട്ട് സാച്ചുറേറ്റഡ്, നിങ്ങൾ സാച്ചുറേറ്റഡ് അവസ്ഥയിലായി. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു നാരങ്ങ വെള്ളം കലക്കാമെന്ന് വിചാരിക്കാം. നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ എന്ത് ചെയ്തു? മധുരം ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ മധുരം ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരിധി കഴിഞ്ഞിട്ട് പഞ്ചസാര നിങ്ങൾ ടേസ്റ്റ് നോക്കുന്നില്ല. പക്ഷെ ഒരു പരിധി വരെ എന്താണ്, ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തു, അതൊക്കെ മെൽറ്റായി. പക്ഷെ നിങ്ങൾക്ക് പിന്നെയും മധുരം നിങ്ങൾ നോക്കുന്നേ ഇല്ല.
അപ്പൊ എന്ത് പറ്റി? പിന്നെ ഈ ഷുഗർ ക്രിസ്റ്റൽസുകൾ ഇങ്ങനെ തന്നെ കിടക്കുവാണ്. ആ അവസ്ഥേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാച്ചുറേറ്റഡ് ആകുക. ഇനി ഒന്നും നിങ്ങളുടെ തലയിലോട്ട് കയറൂല, അല്ലെങ്കിൽ ഒട്ടും പഞ്ചസാര സൊല്യൂട്ടിനി അലിയാനില്ലാത്ത അവസ്ഥേനെയാണ് എന്ത് പറയുന്നത്? സാച്ചുറേഷൻ എന്ന് പറയുന്നത്. ആ സാച്ചുറേഷൻ ആണ് ഈ പറഞ്ഞ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ഒരു ഘടനയാണ് ദ ബൈൻഡിങ് ഓഫ് സ്പെസിഫിക് റെഗുലേറ്ററി കെമിക്കൽസ്. നമുക്കറിയാം ഒരു കെമിക്കൽ റിയാക്ഷനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മുടെ ഒരു ബയോളജിക്കൽ മെറ്റബോളിസം എടുത്ത് നോക്കിക്കേ. ഇപ്പൊ ഫാഗോസൈറ്റോസിസ് എന്താണ്? നമ്മളുടെ ശരീരത്തില് ഏതെങ്കിലും ഒരു പാത്തോജൻ കയറി കഴിഞ്ഞാൽ നമ്മുടെ സെല്ല് കാണിക്കുന്ന ഒരു ഇൻഫ്ലമേറ്ററി ഒരു ഇമ്മ്യൂണോ റെസ്പോൺസ് ആണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെല്ലിന്റെ വെളിയിൽ ആരുണ്ടാവും? സെല്ലിന്റെ വെളിയിൽ പാത്തോജൻസുകളെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആരുണ്ടാവും? ഒരു റിസപ്റ്റർ ഉണ്ടാവില്ലേ? ഈ റിസപ്റ്റർ അഥവാ ഈ ഗ്രാഹ്യം എന്താ ചെയ്യുന്നത്? പാത്തോജനെ അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, പിടിച്ചു വെക്കാൻ എന്ന് പറയുന്നത് പോലെ നമ്മളുടെ എൻസൈം ആക്ടിവിറ്റി സമയത്തും ഇതുപോലെ ഒരു ബൈൻഡറും ഒരു അറ്റാച്ചറും വന്നിരിക്കുന്നുണ്ടാവും അല്ലെ. അത്തരത്തിലുള്ള കറക്റ്റ് സ്പെസിഫിക് ബൈൻഡിങ്ങിനെ ആർക്ക്? റെഗുലേറ്ററി കെമിക്കൽസുകളെ ബൈൻഡിങ്ങും അങ്ങനെ അത്തരത്തിലുള്ള ആ ഒരു കറക്റ്റ് ബൈൻഡിങ്, ആ കറക്റ്റ് കൂടി ചേരുന്നതും ഒരു പ്രധാന ഘടനയാണ് എന്തിന്റെ? എൻസൈം ആക്ടിവിറ്റിയുടെ. ഓക്കെ, അപ്പോൾ എൻസൈം ആക്ടിവിറ്റിയെ സംബന്ധിച്ച് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്? ടെമ്പറേച്ചർ, pH, ദെൻ നമ്മളുടെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആൻഡ് ബൈൻഡിങ്. ഓക്കെ, ഇനി നമുക്ക് ഓരോരുത്തരും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെമ്പറേച്ചർ ആൻഡ് pH ആണ്. ഓക്കെ, ചൂടും pHഉം കൂടെ ഒരുമിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിക്കേ, എൻസൈം ആക്ടിവിറ്റിയിൽ pH കൂടുന്നതിനനുസരിച്ച്, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അവിടെ ആരും കൂടുന്നുണ്ട്? എൻസൈം ആക്ടിവിറ്റിയും കൂടുന്നില്ലേ? നിങ്ങൾക്ക് ഒരു ലൈക്ക് നമ്മുടെ ഈ ഒരു ഷേപ്പ് നിങ്ങൾക്ക് ഗ്രാഫ് അവിടെ കാണാം അല്ലെ. ടെമ്പറേച്ചറിന്റെ കേസിലാണെങ്കിലും pHന്റെ കേസിലാണെങ്കിലും മക്കൾക്ക് അവിടെ എങ്ങനെ കാണാം ഗ്രാഫ്? ഇങ്ങനെ കാണുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ഒരു റാ ഷേപ്പിലുള്ള ഒരു സാധനം കാണുന്നുണ്ട് അല്ലെ. pHന്റെ കേസിലാണെങ്കിലും ടെമ്പറേച്ചറിന്റെ കേസിലാണെങ്കിലും എൻസൈം ആക്ടിവിറ്റി കൂടുന്നുണ്ട്. മെല്ലെ എന്ത് സംഭവിക്കുന്നുണ്ട്? കുറയുമ്പോൾ എൻസൈം ആക്ടിവിറ്റിയും കുറഞ്ഞു വരുന്നുണ്ട് അല്ലെ. അപ്പോ ഇവിടെ നമുക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടും എൻസൈംസുകൾ വർക്ക് ചെയ്യുന്ന ബെസ്റ്റ് വർക്ക് വിത്ത് നാരോ റേഞ്ച് ഓഫ് pH ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, pHഉം ടെമ്പറേച്ചറും ഒരു നാരോ ലെവലിൽ നിൽക്കുമ്പോൾ മാത്രമാണ് മാക്സിമം എൻസൈം ആക്ടിവിറ്റി കാണിക്കുന്നത്. കാരണം നമ്മളിപ്പോ കുറേ ചൂടെടുത്താൽ നമുക്ക് എന്താ പറ്റാ? വേർക്കും അല്ലെ. ഒട്ടും ചൂടില്ലെങ്കിൽ എന്താ? ഭയങ്കര തണുപ്പായിരിക്കും. എന്ന് പറയുന്നത് പോലെ ഒരു നാരോ മോഡറേറ്റ് ടെമ്പറേച്ചറും pHഉം മാത്രമേ എപ്പോഴും ഒരു എൻസൈം ആക്ടിവിറ്റിക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എൻസൈംസ് വിൽ വർക്ക് ബെസ്റ്റ് വിത്തിൻ നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് pH. നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് pH. ഓക്കെ, അപ്പോ ഈ ഓരോ എൻസൈമിനും ഇനി എന്തൊക്കെയുണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എൻസൈമിനെ സംബന്ധിച്ച് ആ എൻസൈമിന്റെ ആക്ടിവിറ്റി ഒരു ടെമ്പറേച്ചറിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മാക്സിമം എന്ത് ചെയ്യുന്നു? എൻസൈം ആക്ടിവിറ്റി കാണിക്കുന്ന ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഇപ്പൊ ചില ആൾക്കാർക്ക് രാവിലെ പഠിച്ചാലേ പെട്ടെന്ന് തലയിൽ കയറുള്ളൂ അല്ലെ. പക്ഷെ ചില ആൾക്കാർക്ക് എങ്ങനെയാണ്? രാത്രി പഠിക്കുന്ന കുറെ നൈറ്റ് ഹൗസുകളും ഉണ്ടാവും, ഏർലി മോർണിംഗ് ബേർഡ്സുകളും ഉണ്ടാവും അല്ലെ. കുറെ പേര്, ചിലർക്ക് രാത്രി, ചിലർക്ക് രാവിലെ പഠിച്ചാലേ തലയിൽ കയറുള്ളൂ എന്ന് പറയുന്നത് പോലെ ഒരു എൻസൈമിന്റെ ആക്ടിവിറ്റിനെ സംബന്ധിച്ച് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ, ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ റേഞ്ചിൽ മാത്രമേ എൻസൈം എന്ത് ചെയ്യത്തുള്ളൂ? മാക്സിമം ആക്ടിവിറ്റി കാണിക്കുള്ളൂ. സോ ദാറ്റ് ഈസ് നോൺ ആസ് എന്ത്? ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഒപ്റ്റിമം pH എന്താ? അത് തന്നെ. ഏത് pHലാണോ മാക്സിമം ആക്ടിവിറ്റി ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? അതിനെയാണ് നമ്മൾ ഒപ്റ്റിമം pH എന്ന് വിളിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ദ ആക്ടിവിറ്റി വിൽ ഡിക്രീസസ് above or below the optimum level. ഒന്നുകിൽ ഒപ്റ്റിമം ലെവലിന്റെ മേലെയോ കീഴെയോ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളൂ? അവിടെ ആക്ടിവിറ്റി കുറയുന്നുള്ളൂ. ശരിയല്ലേ?
ഇപ്പോ ഈ ഒരു ടൈം പീരീഡിലാണ് നിങ്ങൾക്ക് ക്ലാസ് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നത്. ഇതിന്റെ മേലേക്കോ ഈ ടൈമിന് മേലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ട്യൂഷന് പോകുന്ന സമയമാവാം, അല്ലെങ്കിൽ നിങ്ങൾ കളിക്കാൻ പോകുന്ന സമയമാവാം. സോ ഇതൊക്കെ നിങ്ങളുടെ പ്ലേ ടൈമോ അല്ലെങ്കിൽ അതർ സ്റ്റഡി ടൈം ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി, ഇപ്പൊ യോഗ, കരാട്ടെ, കുംഫു, അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക്കൽ പ്രോഗ്രാംസുകൾക്കോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിക്കാൻ പോകുന്ന സമയമായിരിക്കാം. പിന്നെ ഈ ബാക്കി സമയം ഫുള്ള് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ടൈം ആയിരിക്കാം അല്ലെ. വൈകിട്ട് നിങ്ങൾ അച്ഛനമ്മമാരുടെ കൂടെ പുറത്തു പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പ്രെയർ ടൈം, അങ്ങനെ ഓരോ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങളായിരിക്കും. നിങ്ങൾ ആകെ ഫ്രീ ഉള്ളതോ ഈ ടൈമിലാണ്. അപ്പൊ ഈ ടൈമിലെ നിങ്ങൾ മാക്സിമം നിങ്ങൾ പഠിക്കത്തുള്ളൂ അല്ലെ. ആ ടൈം മാത്രമേ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. അപ്പോ ഈ പറയുന്ന ഈ ഒപ്റ്റിമം ടൈമില് ആര് വരുന്നുള്ളൂ? എൻസൈമിന്റെ ആക്ടിവിറ്റി കാണിക്കുന്നുള്ളൂ. അപ്പോ ഇതിനെ മേലെയോ കീഴെയോ കണ്ടോ, ഇഫ് ഈ ടെമ്പറേച്ചർ എബവോ ബിലോയോ ആയ എന്ത് സംഭവിക്കുന്നില്ല? അവിടെ ആക്ടിവിറ്റി മാക്സിമം ആവില്ല. ആക്ടിവിറ്റി അവിടെ എന്ത് ചെയ്യും? കുറയും. ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ ആക്ടിവിറ്റിന്റെ ആ ഒരു വീക്ക്നെസ് അവിടെ ഒപ്റ്റിമം ലെവൽ ഒഴിച്ച് ബാക്കി രണ്ട് സൈഡിലും ആക്ടിവിറ്റിയുടെ ആ ഒരു വീക്ക്നെസ് നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോ ലോ ടെമ്പറേച്ചറിന്റെ കേസ് നോക്കാം നമുക്ക്. അപ്പൊ മിസ് പറഞ്ഞല്ലേ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മാക്സിമം പഠിക്കാൻ പറ്റുന്ന ടൈമാണ് മിസ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോ ഇപ്പൊ ഇവരുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ടെമ്പറേച്ചർ കുറഞ്ഞു പോയി, അതായത് നിങ്ങളുടെ വൈകിട്ടുള്ള സമയങ്ങൾ. ഓക്കെ, ഈ ബ്ലൂ റീജിയൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വൈകിട്ടുള്ള സമയമാണ്. അപ്പൊ ഈ സമയത്ത് നിങ്ങളോട് അമ്മ പറയാണ്, എടാ കളിക്കുന്ന സമയമാണ്, പക്ഷെ നീ പഠിക്കടാ. പക്ഷെ നിനക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? നിങ്ങളത് സ്ഥിരം ശീലിച്ചു പോയ ഒരു കാര്യമാണ്. ഇപ്പൊ എന്റെ കംഫേർട്ട് സോൺ ആണ്, ഞാൻ കളിക്കുന്ന സമയമാണ്, എനിക്ക് പഠിച്ച തല കയറില്ല അമ്മ എന്ന് നമ്മൾ പറയോ അല്ലെ. എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇപ്പൊ ലോ ടെമ്പറേച്ചറിന്റെ കേസ് നമ്മൾ നോക്കുവാണെങ്കിൽ ദ എൻസൈം വിൽ ബിക്കം എന്താ? ടെമ്പററിലി ഇനാക്റ്റീവ്. നിങ്ങളുടെ തല ടെമ്പററിലി ഇനാക്റ്റീവ് ആവുന്ന സമയമാണ്. ഇപ്പൊ അമ്മേന്റെ നിർബന്ധം കൊണ്ട് നിങ്ങൾക്ക് ഒട്ടും പഠിക്കാൻ പറ്റൂല അല്ലെ. അങ്ങനെയില്ലേ? ഇപ്പൊ നമ്മള് വീടൊക്കെ ക്ലീൻ ചെയ്യാൻ ഇങ്ങനെ, നിങ്ങൾ ചില റീലൊക്കെ കണ്ടില്ലേ, ക്ലീൻ ആക്കാൻ തന്നെ മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാപ്തരായി ചൂലൊക്കെ എടുക്കാൻ പോകുമ്പോൾ അമ്മ പറയും, എടാ വീടൊന്ന് അടിച്ചിട്ടേന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചൂലക്കാട് ഇട്ടിട്ട് ഇറങ്ങി ഓടുക. ദേഷ്യം വരും അല്ലെ നമുക്ക്. എന്ന് പറയുന്നത് പോലെയാണ് ടെമ്പറേച്ചർ ലോ ആകുമ്പോൾ എന്ത് പറ്റുന്നു? അവിടുത്തെ എൻസൈമിന്റെ ആക്ടിവിറ്റി ടെമ്പററിലി ഇനാക്റ്റീവ് ആകുന്നു. അതേസമയം ഇനിയിപ്പോ നമുക്ക് നേരെ തിരിച്ചു നോക്കാം. ഇപ്പൊ ടെമ്പറേച്ചർ കൂടി നിൽക്കുന്ന സമയമാണ്. നിങ്ങളുടെ എന്താ പറയാ മറ്റേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ നിങ്ങൾ പോണ സമയമാണെന്ന് വിചാരിക്കാം. ട്യൂഷനോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലും പോവാണ്. അപ്പൊ നോക്കിക്കേ, എൻസൈമിന്റെ ടെമ്പറേച്ചർ കൂടുമ്പോ എന്താ പറ്റുന്നേ? എൻസൈം ഗെറ്റ് ഡീനേച്ചർഡ്. എന്ത് പറ്റുന്നു? ഒന്നുകിൽ അവയുടെ ഷേപ്പേ നഷ്ടമാകും, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? വർക്ക് ചെയ്യത്തില്ല. എൻസൈമിന് നമുക്ക് ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലായി പോകും. ടെമ്പറേച്ചർ വിൽ ഡീനേച്ചർ ദ സ്ട്രക്ചർ. എന്ത് ചെയ്യുന്നു? സ്ട്രക്ചറിനെ ഡീനേച്ചർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ അതും നടക്കൂല. ഇവിടെ ഒരു ടെമ്പററിലി എന്താണ്? ഒരു ഇനാക്റ്റീവ്നെസ് ആയിരിക്കും. പക്ഷെ ഇവരെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. ചൂട് കൂടിയ ഫുൾ തീർന്നു. മാഷ്മെല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ത്രൂ ഞാൻ പറഞ്ഞു തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് മാഷ്മെല്ലോ എന്താണെന്ന് അറിയാലോ? മാഷ്മെല്ലോ നല്ല ഇങ്ങനെ പന്നിക്കെട്ട് പോലത്തെ ഒരു സാധനമാണ് അല്ലെ. ആക്ച്വലി അത് നമ്മുടെ മുട്ടയും പഞ്ചസാരയും കൂടി ബീറ്റ് ചെയ്തൊരു സാധനമാണ്. അത് എന്നിട്ട് ബേക്ക് ചെയ്യുമ്പോഴാണ് ഈ മാഷ്മെല്ലോ എന്ന് പറയുന്ന സാധനം, നമ്മുടെ ഷുഗർ ഡസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വരുന്ന ഒരു സാധനമാണ് മാഷ്മെല്ലോ. മാഷ്മെല്ലോ നമുക്കറിയാം ചുമ്മാ കഴിക്കാൻ, അതായത് നമ്മുടെ ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ കഴിക്കാൻ അത് നല്ല ടേസ്റ്റ് ആണ്. അതേസമയം നമ്മൾ അവരൊരു ഇച്ചിരി ചൂടാക്കി ഇച്ചിരി ചൂടാക്കുമ്പോൾ എന്ത് പറ്റും? പുറമേ നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ ഉണ്ടാവും അല്ലെ. ഇങ്ങനെ ഒരു മെൽറ്റഡ് ആയിട്ടുള്ള ഒരു ഫോം ആയിരിക്കും. അതേസമയം അപ്പൊ അതാണെങ്കിൽ എങ്ങനെയാ? ലോ ടെമ്പറേച്ചറിൽ നമ്മൾ ചൂട് കൊടുത്തു, അപ്പൊ എന്ത് പറ്റി? ടെമ്പറൽ എന്തോ ഒരു സംതിങ് ലൈക്ക് ആദ്യം ഒരു കട്ടിപ്പുണ്ടാവും, പിന്നെ നമ്മുടെ സാധാ മാഷ്മെല്ലോ പോലെ. അതേസമയം ഭയങ്കര തീ കൊടുത്താൽ എന്തോ പറ്റൂ? സാധനം കരിഞ്ഞു എന്ന് പറയുന്ന ആ ടെക്സ്ചർ, ആ സ്ട്രക്ചറും ടെക്സ്ചറൊക്കെ പോവും അല്ലെ. എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മളുടെ ടെമ്പറേച്ചറിന്റെ കേസിൽ, ആരുടെ? എൻസൈം ആക്ടിവിറ്റിന്റെ. ഓക്കെ, ഇനി നോക്കിക്കേ. സോ ഈ ടെമ്പറേച്ചർ കുറച്ചും കൂടെ ഹയർ ടെമ്പറേച്ചറോ ഹീറ്റോ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പറയണ്ട,
ഫുള്ളി പോയി ആ എൻസൈം ആക്ടിവിറ്റി കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആയി മാറുന്നുണ്ട്. ഓക്കെ, സോ അപ്പൊ ഇത് ഇച്ചിരി പാടുള്ള ടോപ്പിക്കാണ്. മിസ് ഇച്ചിരി കൂടെ എന്താണ് സിംപ്ലിഫൈ ചെയ്തൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നാണ് കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തേതാണ് ഏത്? അപ്പൊ പി എച്ച് ടെമ്പറേച്ചർ സെയിം എഫക്റ്റാ. ഓക്കെ, സെയിം തിങ് തന്നെ പി എച്ചിന്റെ കേസിൽ നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. ഒരുപാട് പി എച്ച് പാടില്ല, ഒരുപാട് പി എച്ച് കുറയാനും പാടില്ല. അപ്പൊ എന്ത് പറ്റുന്നു? എൻസൈം ആക്ടിവിറ്റിക്ക് കേടുപാട് വരും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് ദാറ്റ് ദി സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഇത് പറയുമ്പോ എന്ത് ഓർക്കണം എന്ന് മിസ് പറഞ്ഞത്? നമ്മളുടെ പഞ്ചസാര, നാരങ്ങ വെള്ളം കലക്കിയ പഞ്ചസാരയോ എക്സാം സമയത്ത് പഠിക്കുന്ന സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയോ ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ നോക്കിക്കേ, ആസ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടുന്തോറും എന്ത് സംഭവിക്കുന്നുണ്ടടാ? റിയാക്ഷന്റെ റേറ്റും കൂടും. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടുന്തോറും റിയാക്ഷന്റെ റേറ്റും കൂടും. ഓക്കെ, സോ ദ റിയാക്ഷന്റെ റേറ്റ് മാക്സിമം എത്തുന്ന അവസ്ഥയെയാണ് നമ്മൾ വിമാക്സ് എന്ന് വിളിക്കുന്നത്. എന്താണ്? വിമാക്സ്. ഓക്കെ, മാക്സിമം. ഓക്കെ, മാക്സിമം റേറ്റിൽ ആ ഒരു എൻസൈം ആക്ടിവിറ്റി അവിടെ എത്തിക്കഴിഞ്ഞു. ഇനി അതിൽ കൂടുതൽ അതിനൊന്നും ചെയ്യാനില്ല. സോ വിമാക്സ് എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ സബ്സ്ട്രേറ്റ് ഡസ് നോട്ട് ഇൻക്രീസ്. എന്ത് ഇൻക്രീസ് ചെയ്യുന്നില്ല? റിയാക്ഷൻ റേറ്റ് അവിടെ ഇൻക്രീസ് ആവുന്നില്ല. അതായത് മാക്സിമം ഒരു സ്റ്റേറ്റിൽ അവിടെ എത്തി. പിന്നെ അതായത് ഇപ്പോ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങളിപ്പോ ഒരു 5 മാർക്കിന്റെ 2 മാർക്കിന്റെ പോട്ടെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്തു. 5 മാർക്കിന് നിങ്ങൾ 5 പോയിന്റ്സ് എഴുതി. പക്ഷെ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ അറിയില്ല അതേ സെക്ഷനില്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? എന്നാ ഇതിന് കുറച്ച് അധികം എഴുതിയേക്കാൻ ഒരു 10-20 പോയിന്റ്സുകളും കൂടി ഒന്ന് കുത്തി നിറച്ചു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് മാർക്ക് കിട്ടോ? ഇല്ല, മിസ് 5 തരത്തുള്ളൂ അല്ലെ? എന്ന് പറയുന്നത് പോലെ വിമാക്സ് ആണ് മാക്സിമം. അവിടെ വരെ ഗ്രോത്ത്, നമ്മുടെ റിയാക്ഷൻ റേറ്റ് ഇങ്ങനെ നിൽക്കുവാണ് ആ എൻസൈമിന്റെ. പക്ഷേ പിന്നീട് എത്ര രീതിയിൽ അവിടെ നമ്മള് നോക്കിക്കേ, അവിടെ നമ്മള് സബ്സ്ട്രേറ്റ് കൂട്ടിക്കൊടുത്താലും, മാക്സിമം സബ്സ്ട്രേറ്റ് കൂട്ടിക്കൊടുത്താലും ഈ ലെവലിന്റെ പൊക്കത്തോട്ട് അതിന് പോവാൻ പറ്റില്ല. മനസ്സിലായോ? അതായത് പറയുന്ന ഇത്രേ ഉള്ളൂ, നമ്മളൊരു കാര്യം ചെയ്തു, അതിന്റെ മാക്സിമം എഫേർട്ട് നമ്മൾ ഇട്ടു, അതിന് നമുക്ക് മാർക്കും കിട്ടി. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? എന്നാൽ കുറച്ചും കൂടെ എഴുതിയേക്കാം, ഇത്തിരി കൂടെ മാർക്ക് കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒരു എസ്എ പരുവത്തിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടോ? ഇല്ല, 2 മാർക്കേ കിട്ടത്തുള്ളൂ. എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എക്സാമിന് തലേ ദിവസം ഫുള്ളിരുന്ന് പഠിച്ചു. ഇനി നിങ്ങളുടെ തലയിൽ ഒരു കാര്യം കേട്ടാനുള്ള സ്ഥലമില്ല. പക്ഷെ നിങ്ങൾ പിന്നെയും പഠിക്കുകയാണ്. ബട്ട് അവിടെ സമയം മാത്രമേ വേസ്റ്റ് ആവുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരു റിസൾട്ടും അവിടെ കിട്ടൂല. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാരങ്ങ നമ്മൾ പഞ്ചസാരയിൽ ചുമ്മാ വെള്ളത്തിൽ പഞ്ചസാര കലക്കുന്ന കേസ് ആണെങ്കിലും മാക്സിമം പഞ്ചസാര നമ്മൾ ഒരു ഗ്ലാസ്സിന് ഏറി വന്ന ഒരു 1.5 ഗ്ലാസ് പഞ്ചസാര കലങ്ങുന്നുള്ളൂ. അപ്പോൾ ഈ 1.5 കലങ്ങിയിട്ടും പിന്നെയും നമ്മൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഇത് ഈ പറയുന്ന സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് അടുത്തത് നമ്മൾ പറയുന്നത്. ഓക്കെ, എല്ലാ എൻസൈംസിനും ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ട്. ഓക്കെ, എല്ലാ എൻസൈംസുകൾക്കും ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ട്. കണ്ടോ, ആക്റ്റീവ് സൈറ്റ് ഉണ്ട്. ആ ആക്റ്റീവ് സൈറ്റ് ഫുൾ ഓക്യുപ്പൈഡ് ആയി. ഇപ്പൊ നിങ്ങൾക്ക് 2 മാർക്കിന് വന്ന ആ ക്വസ്റ്റ്യൻ 2 മാർക്ക് വന്ന ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ആകെ ആൻസർ ചെയ്യാൻ 2 ബുള്ളറ്റിൻ പോയിന്റ്സിന്റെ ആൻസർ മതി. ഓക്കെ, അപ്പൊ ആ 2 ബുള്ളറ്റിൻ പോയിന്റ്സ് നിങ്ങൾ എഴുതി, അത് ഓക്യുപ്പൈഡ് ആയ ആൻസർ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഓക്യുപ്പൈ ചെയ്യാൻ സ്ഥലമില്ല, മറ്റൊരു റിസപ്റ്റർ അവിടെ ഇല്ല. റിസപ്റ്റർ ഉണ്ടെങ്കിലല്ലേ ബൈൻഡിങ് നടക്കത്തുള്ളൂ. അപ്പൊ പിന്നെ നിങ്ങൾ എന്താണ്, ഇല്ലാത്ത റിസപ്റ്ററിൽ ചുമ്മാ കൊണ്ട് ബൈൻഡ് ചെയ്ത് വെച്ചിട്ട് അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും നേടാനുണ്ടോ? ഇല്ല. എക്സാമിന് നമുക്ക് ഇങ്ങനെ കൂട്ടിച്ചേർക്കാം. പക്ഷെ എൻസൈം ആക്ടിവിറ്റിയുടെ സമയത്ത് ഇവിടെ ഒരു റിസപ്റ്റർ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂട്ടിച്ചേർക്കാൻ പറ്റത്തുള്ളൂ, ജോയിൻ ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. ഈ പരിപാടി എൻസൈം ആക്ടിവിറ്റിയുടെ കേസിൽ നടക്കുന്നില്ല. അപ്പോ ഓൾ എൻസൈം സൈറ്റ്സ് വിൽ ബിക്കം എന്താ? ഓക്യുപ്പൈഡ് ആയി, എൻസൈം സാച്ചുറേറ്റഡ് അവസ്ഥയായി. ഇനി തലയിലോട്ട് ഒന്നും കയറൂല. മാക്സിമം മാർക്ക് നിങ്ങൾ എഴുതി കഴിഞ്ഞു, മാക്സിമം പഞ്ചസാര നിങ്ങൾ വെള്ളത്തിൽ കലക്കി. ഓക്കെ, ഇനി മറ്റൊരു റീസൺ, they have no free enzyme molecule. Enzyme molecule, okay, no free enzyme molecule are available to bind more substrate.
ഇവിടെ ഫ്രീ ആയിട്ടുള്ള ഒരു മോളിക്യൂളും അവിടെ ഫൗണ്ടിങ് അല്ല, കാണുന്നില്ല. ഇതിന്റെ നേരെ തിരിച്ച്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇനി ഇവിടെ ഒരു ഫ്രീ എൻസൈംസും ഇല്ല ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ എൻസൈം ആക്ടിവിറ്റി മാക്സിമം ആക്കി മാറ്റുന്നു. ഇത്രയും കാര്യങ്ങളുടെ സിമ്പിൾ ബുള്ളറ്റിൻ പോയിന്റ്സ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയോ? ക്ലിയർ ആയല്ലോ? ഇത്രയല്ലേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പോ എക്സാമിന് ചിലപ്പോ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഫുൾ നിങ്ങൾക്ക് അറിയാത്ത ടേംസ് ആയിരിക്കും. നേരത്തെ പേടിക്കൊന്നും വേണ്ട, നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു എക്സാമ്പിൾസ് വെച്ച് ഓർത്തോർത്ത് പഠിച്ചാൽ മതി. ഓക്കെ. അപ്പോ നമ്മൾ pH നോക്കി, ടെമ്പറേച്ചർ നോക്കി, പിന്നെ നമ്മൾ എന്ത് കണ്ടു? സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കണ്ടു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് എൻസൈം ഇൻഹിബിഷൻ. എന്താണ് എൻസൈം ഇൻഹിബിഷൻ? ഓക്കെ. അപ്പോ ഇവിടെ എന്താ സംഭവിക്കണേന്ന് പറഞ്ഞാല്, ഇത്രയും നേരം നമ്മൾ എന്തൊക്കെയോ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണെ പോലെ എന്തൊക്കെയോ ഇങ്ങനെ നമ്മളിങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമ്മളൊന്ന് മെല്ലെ താഴ്ത്തോട്ട് വരാൻ പോവാണ്. എന്താ സംഭവം? എൻസൈമിന്റെ ഇൻഹിബിഷൻ ആണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ. ദ സബ്സ്റ്റൻസ് ദാറ്റ് സ്റ്റോപ്പ് ഓർ റിഡ്യൂസ് ദ എൻസൈം ആക്ടിവിറ്റി. എൻസൈം ആക്ടിവിറ്റിനെ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യുന്ന ആളാണ് ആര്? എൻസൈം ഇൻഹിബിറ്റേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന എൻസൈം ഇൻഹിബിഷൻ ചെയ്യുന്ന ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ. അപ്പോ ഈ പ്രോസസ്സിനെയാണ് എൻസൈം ഇൻഹിബിഷൻ എന്ന് വിളിക്കുന്നത്. അത് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? അത് ചെയ്യുന്ന ആൾക്കാരാണ് എൻസൈം ഇൻഹിബിറ്റേഴ്സ്. അവരെന്താ ചെയ്യുന്നത്? സ്റ്റോപ്പ് ഓർ റിഡ്യൂസ് ദി എൻസൈം ആക്ടിവിറ്റി. എൻസൈമിന്റെ ആക്ടിവിറ്റിനെ നിർത്തിക്കളയുകയോ അഥവാ റിഡ്യൂസ് ചെയ്യുകയോ ചെയ്യുന്നു. ഓക്കെ. അതിൽ എന്താണ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ? എന്താണ് ഇൻഹിബിഷനിലും ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് കൊണ്ടുവരുന്ന ഒരു ഇതാണ് നമ്മൾ അടുത്തത് പറയുന്നത്. കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ the structure which is similar to substrate. നേരത്തെ നമ്മൾ ഇട്ടുകൊടുത്ത പഞ്ചസാര പോലെ, അല്ലെങ്കിൽ എക്സ്ട്രാ ടോപ്പിക്സ് പോലെ, അല്ലെങ്കിൽ എന്താണ് എക്സ്ട്രാ ലൈക്ക് മാക്സിമം നമ്മളെല്ലാം ചെയ്തു, ഇനി നമുക്ക് മാർക്കൊന്നും കിട്ടാനില്ല. എക്സ്ട്രാ നോട്ട്സിന്റെ പോയിന്റ്സ് പോലെ സബ്സ്ട്രേറ്റുകളായിട്ട് സിമിലർ ആയി വരുന്ന ആൾക്കാരാണ് ആര്? കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് competes for എന്താണ്? with the substrate for active site of the enzyme. എൻസൈമിന് ആവശ്യമായിട്ടുള്ള ആക്റ്റീവ് സൈറ്റിന്റെ ആ ഒരു പോയിന്റിലേക്ക് ആര് വരുന്നു? ഇവര് കോമ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ. അതായത് ഇവിടെ സമാധാനത്തിന്റെ വരെ ഇവിടെ ഫുള്ള് തല്ലുകൊടുത്ത നിങ്ങൾ മാറിയില്ലെങ്കിൽ ഞങ്ങൾ വന്നിരിക്കും എന്നുള്ള ഇതാണ് ആർക്ക്? കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സുകൾക്ക് ഉള്ളത്. ഓക്കെ. സോ ഇനി അപ്പൊ തല്ലുപിടിക്കാൻ അവരിങ്ങനെ റെഡിയായി നിൽക്കാം. ഇനി ഇത് എവിടെ പോയി ബൈൻഡ് ചെയ്യും? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പൊ നോക്കിക്കേ, ഇനി ഇവരെങ്ങനെയാണ് പോയി തല്ലുപിടിക്കാൻ അവരിപ്പോ റെഡിയായി നിൽക്കുക. ദേ ആർ എ കോമ്പറ്റേറ്റർ നൗ, അല്ലെ? അവരിപ്പോ ഇങ്ങനെ കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ അവരിങ്ങനെ നിൽക്കുക. ഇനി ഇവർക്ക് എവിടേക്ക് പോയി ഇരിക്കാനുള്ള വകുപ്പാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. അപ്പോ ഇവർക്ക് എവിടേക്ക് പോയി ബൈൻഡ് ചെയ്യാടാ? ദേ ക്യാൻ എവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല? സബ്സ്ട്രേറ്റിൽ പോയി ഏതായാലും ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. കനോട്ട് ആണ് കേട്ടോ, ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പൊ അവർക്ക് എന്തായാലും സബ്സ്ട്രേറ്റിൽ പോയി അവർക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എവിടെ പോയാൽ ബൈൻഡ് ചെയ്യാൻ പറ്റുക? അങ്ങനെ വരുന്നത് കൊണ്ട് ദ എൻസൈം ആക്ടിവിറ്റി അവിടെ എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. ഓക്കെ. ഫോർ എക്സാമ്പിൾ, മെലോനേറ്റ് ഇൻഹിബിറ്റ് ദ സക്സിനിക് ഡീഹൈഡ്രോജിനേസ്. ഓക്കെ. മെലോനേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സക്സിനിക് ഡീഹൈഡ്രോജിനേസിനെ അവിടെ എന്താക്കുന്നുണ്ട്? ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് മെലോനേറ്റ് റിസംബിൾസ് ദ സബ്സ്ട്രേറ്റ് സക്സിനേറ്റ്. തിരിച്ച്. ഓക്കെ. മെലോനേറ്റ് reassembles the substrate succinate and the competitive inhibitors are often used to control the bacterial pathogens. Okay. അപ്പൊ അതാണ് ഒരു ചെറിയൊരു എക്സാമ്പിൾ എന്ന് നമുക്ക് പറയുന്നത്. അപ്പൊ എന്തായാലും ഇവർക്ക് എവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല? ഇവർക്ക് സബ്സ്ട്രേറ്റിൽ പോയി ഏതായാലും ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. വേറെ എവിടെയെങ്കിലും പോയി ചെയ്തോ. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? അവിടെ എൻസൈം ആക്ടിവിറ്റി കൂടോ? ഇല്ല, കുറയും. ഓക്കെ. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ് ടെക്സ്റ്റിൽ കൊടുത്തത്. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഇവിടെ യൂസ് ചെയ്യുന്ന കുറെ എൻസൈംസുകൾ ഉണ്ട്. അവയുടെ ക്ലാസിഫിക്കേഷൻ ആൻഡ് അവരുടെ നോമൻക്ലേച്ചറിൽ നിന്ന് തന്നെ നമുക്ക് അവരെ വിഷ്വലായി ലൈക്ക് അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇതാ നോക്കിക്കേടാ, ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്, അതിന് നമുക്ക് ഇവരെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ പഠിക്കാം. ഓക്കെ. ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പേരിടുക, അല്ലെ? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ പഠിച്ചായിരുന്നു, അല്ലെ? നോമൻക്ലേച്ചർ എന്താണ്? പേരിടുന്ന പണിയാണ്, അല്ലെ? നമ്മുടെ പാൻതേര ലിയോ ആരാണ്? സിംഹം, അല്ലെ? അങ്ങനെ കുറെ ആൾക്കാരെ നമ്മൾ പഠിച്ചു. കൊക്കൂസ് ന്യൂസിഫേറ, കോക്കനറ്റ്,
മാഞ്ചിഫേറ ഇൻഡിക്ക മാങ്ങ അല്ലെ. അപ്പോ ഇവരുടെ ക്ലാസിഫിക്കേഷനും നോമെൻക്ലേച്ചറും ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, തൗസൻഡ്സ് ഓഫ് എൻസൈംസ് ഹാവ് ബീൻ ഡിസ്കവർഡ് ആൻഡ് സ്റ്റഡീഡ്. നമുക്ക് ഒരുപാട് എൻസൈംസുകൾ കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അവയെ നമ്മൾ ഡിസ്കവറും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ എൻസൈംസിനെ ബേസ്ഡ് ഓൺ ദെയർ എന്തിന്റെ ബേസിലാണ്? ബേസ്ഡ് ഓൺ ദെയർ ടൈപ്പ് ഓഫ് റിയാക്ഷൻ. അവർ ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ് അല്ലെങ്കിൽ കാറ്റലൈസ് ആണോ ചെയ്യുന്നത്, എന്താ ചെയ്യണേ എന്നുള്ള ഇതിലാണ് നമ്മൾ ഇവരെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് they are divided on mainly 6 major classes ആയിട്ടാണ് നമ്മൾ അവരെ ഡിവൈഡ് ചെയ്യുന്നത്. They were made into 6 major classes. ഓരോ ക്ലാസ്സും each class has several subclasses ഉണ്ട്. And these enzymes are named using 4-digit കോഡുകളാണ് പൊതുവെ നമ്മൾ ഇവയെ യൂസ് ചെയ്യുന്നത്. 4-digit codes. 4 ഏതെങ്കിലും ഡിജിറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇവരെ കോഡ് ചെയ്യാറ് സാധാരണ രീതിയിൽ. ഓക്കെ, അപ്പൊ എന്താണ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമെൻക്ലേച്ചർ ഓഫ് നമ്മുടെ എൻസൈം നോക്കുവാണെങ്കിൽ ആയിരക്കണക്കിന് എൻസൈംസുകൾ ഉണ്ട്. അവയ്ക്ക് ഓരോ ക്ലാസ് ഉണ്ട്, സബ് ക്ലാസ് ഉണ്ട്. ആൻഡ് മെയിൻലി 6 ക്ലാസ്സസ് ആയിട്ടാണ്, മേജർ ക്ലാസ്സസ് ആയിട്ട് നമ്മൾ ഇവയെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മളൊരു 4-digit കോഡ് നമ്പർ ആണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ആളെ നോക്കാം. പോകുന്നില്ലടാ, പോയി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വണ്ണാണ് ഓക്സിഡോറിഡക്റ്റീസ്. ഏതാണ്, ആരാണ്, ഏത് റിയാക്ഷനിലാണ് പ്രധാനമായിട്ട് ഇവർ വരുന്നത്? റിഡോക്സ് റിയാക്ഷനിലായിരിക്കും ഇവർ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു എൻസൈമാണ് ഓക്സിഡോറിഡക്റ്റേസ്. ഓക്സിഡോറിഡക്റ്റേസ്, ഓക്സിഡോ അതിൽ തന്നെ ഉണ്ടല്ലേ, ഓക്സിഡോറിഡക്റ്റേസ് ആണല്ലോ. അതായത് നമ്മളുടെ ഡിഹൈഡ്രോജിനേസ് ആണ് അല്ലെ. ഇവിടെ ഇവർ എന്താ ചെയ്യണേന്ന് പറഞ്ഞാൽ ഇവർ ആക്ച്വലി സ്പീഡ് കൂട്ടുന്നു വിതൗട്ട് എനി ഇൻവോൾവ്മെന്റ് ഓഫ് എനിത്തിങ്. ഏത് റിയാക്ഷൻ? റിഡോക്സ് റിയാക്ഷനിൽ, റിഡോക്സ് ടൈപ്പ് റിയാക്ഷൻസുകളിൽ എന്ത് ചെയ്യുന്നു? ഓക്സിഡേഷൻ റിഡക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നു, സ്പീഡ് കൂട്ടുന്നു വിതൗട്ട് എന്ത് ഒരു ചേഞ്ചും. അവിടുത്തെ ഒരു കാര്യത്തിലെ ചേഞ്ച് അല്ല, സ്പീഡ് മാത്രം കൂട്ടി കൊടുക്കുന്നു അല്ലെ. സോ ഇറ്റ് വിൽ ആക്ച്വലി അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒന്നുകിൽ ഹൈഡ്രജനോ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ആ മോളിക്യൂൾസുകളുടെ ഇടയിലുള്ള ഇലക്ട്രോൺസുകളെ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഓക്സിഡോറിഡക്റ്റേസ് എൻസൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ആരാണ്? റിഡോക്സ് റിയാക്ഷൻ സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഹൈഡ്രജനോ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്, ആ മോളിക്യൂൾസുകളുടെ ഇടയിലുള്ള ഇലക്ട്രോൺസുകളെ അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് എന്ത്? ഓക്സിഡോറിഡക്റ്റേസ് എൻസൈം അഥവാ നമ്മുടെ ഡിഹൈഡ്രോജിനേസ് എൻസൈം ചെയ്യുന്നത്. എക്സാമ്പിൾ, ഇപ്പോ ഒരു റിഡ്യൂസ്ഡ് സബ്സ്ട്രേറ്റും ഓക്സിഡൈസ്ഡ് സബ്സ്ട്രേറ്റും കൂടെ എന്ത് ചെയ്യുന്നു? ഇതാവുമ്പോ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇവരുടെ ഇലക്ട്രോൺസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആയില്ലേ? ഈ എസ് ഇപ്പുറത്തോട്ടും ഈ എസ് ഡാഷ് ഇപ്പുറത്തോട്ടും വന്നു അല്ലെ, ശരിയല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി, ട്രാൻസ്ഫർ ചെയ്തു. ആക്ച്വലി ഇതൊരു സിമ്പിൾ, നിങ്ങളുടെ ടെക്സ്റ്റിൽ അതേ റിയാക്ഷൻ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പൊ ഓക്സിഡോറിഡക്റ്റേസ് എന്താണ്? ദ ട്രാൻസ്ഫർ ഓഫ് ഹൈഡ്രജൻ ഓർ ദി ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾ. അവിടെ എന്താ സംഭവിക്കുന്നത് എന്നാണ്? ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ സമയത്ത് ആ റിയാക്ഷൻ സ്പീഡിനെ കാറ്റലൈസ് ചെയ്യുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തേതാണ് ട്രാൻസ്ഫറേസ് എൻസൈം. അവിടെയും എന്തൊക്കെയോ സംതിങ് വിച്ച് വി ട്രാൻസ്ഫർ ആണ് അല്ലെ. സോ ഇറ്റ് ട്രാൻസ്ഫർ എ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതർ ദാൻ ഹൈഡ്രജൻ, ഹൈഡ്രജൻ അല്ലാതെ മറ്റൊരു ഇതിനെയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? അതർ ദാൻ ഹൈഡ്രജൻ ഫ്രം വൺ മോളിക്യൂൾ ടു അനദർ ആണ് നമ്മൾ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യാറ്. അതിനും ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന മറ്റൊരു റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? ട്രാൻസ്ഫർ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് നമ്മൾ അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫ്രം വൺ മോളിക്യൂൾ ടു അനദർ. ഒരു മോളിക്യൂളിൽ നിന്നും മറ്റൊരു മോളിക്യൂളിലേക്ക് നമ്മൾ ആരെ ട്രാൻസ്ഫർ ചെയ്യുന്നു? ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനെ നമ്മൾ അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആൻഡ് ദാറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ട്രാൻസ്ഫറേസ് എൻസൈം. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ആണ്, അടുത്ത എൻസൈം ആണ് ഹൈഡ്രോലേസ് എൻസൈം. ആരാണ്? ഹൈഡ്രോലേസ് എൻസൈം. ഹൈഡ്രോലേസ് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. ഹൈഡ്രോ ആരാണ്?
ഹൈഡ്രോ ആരാണ്? ഹൈഡ്രോ മീൻസ് സംതിങ് വിച്ച് വാട്ടർ അല്ലെ ആണല്ലോ. ഹൈഡ്രോ എന്ന് വെച്ചാൽ എന്താ? വെള്ളം അല്ലേ. അപ്പൊ വാട്ടർ. ഓക്കെ, അപ്പൊ വാട്ടർ ആണ്. സോ ഹിയർ ഇറ്റ്സ് ബ്രേക്ക് ഡൗൺ ദ ബോണ്ട് യൂസിങ് വാട്ടർ അല്ലെ. വാട്ടർ യൂസ് ചെയ്തിട്ട് അപ്പുറത്തുള്ള ആൾക്കാരുടെ ഇടയിലുള്ള ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്നു. ഇറ്റ് വിൽ കാറ്റലൈസ് ദ ഹൈഡ്രോലൈസിസ് റിയാക്ഷൻ. ഹൈഡ്രോലൈസിസ് റിയാക്ഷനെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ? കാറ്റലൈസ് ചെയ്യുന്നു ബൈ ബ്രേക്ക് ബോണ്ടിങ് യൂസിങ് വാട്ടർ. ഓക്കെ, വാട്ടർ ഇത് പൊതുവെ ആക്ട് ചെയ്യുന്നത് നമ്മുടെ ഈസ്റ്റർ ബോണ്ട്, എസ്റ്റർ ബോണ്ട്, ഈസ്റ്റർ ബോണ്ട്, ഈത്തർ ബോണ്ട്, പെപ്റ്റൈഡ് ബോണ്ട്, ഗ്ലൈക്കോസിഡിക് ബോണ്ട്, പിന്നെ ട്രിപ്പിൾ സി ബോണ്ടും നമ്മുടെ ഹാലൈഡും അതുപോലെ തന്നെ നമ്മളുടെ PN ബോണ്ട്സുകളിലൊക്കെയാണ് ആര് വന്ന് ചെയ്യുന്നത്? നമ്മളുടെ വാട്ടർ ബ്രേക്കേജ് നടത്തിയിട്ട് വാട്ടർ മോളിക്യൂൾ ബ്രേക്കേജ് നടത്തി എന്ത് സംഭവിക്കുന്നത്? റിയാക്ഷൻ നടക്കുന്നത്. അപ്പോ ഹൈഡ്രോലൈസ് എൻസൈം എന്താ ചെയ്യുന്നത്? ഇറ്റ്സ് ആക്ച്വലി catalyze the hydrolysis reaction by breakdowning using water. ആരുടെയൊക്കെ ഇടയിലുണ്ട്? എസ്റ്റർ ബോണ്ട്, ഈത്തർ ബോണ്ട്, പെപ്റ്റൈഡ് ബോണ്ട്, ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആൻഡ് മറ്റു 2 ബോണ്ട്സുകളിലും എന്ത് നടക്കുന്നുണ്ട്? ഈ പറയുന്ന ഹൈഡ്രോലൈസിസ് എൻസൈംസുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് എൻസൈം ആണ് ലൈസ് എൻസൈം. ഓക്കെ, അവിടെയും എന്തോ സംതിങ് എന്താണ്? എന്തോ ലൈസ് ചെയ്യുകയാണ് അല്ലെ. ലൈസിസ് എന്ന് വെച്ചാൽ എന്താ? കളയുക, നശിപ്പിക്കുക അല്ലെ. ലൈക്ക് സെൽ ലൈസിസ് എന്നൊക്കെ കേട്ടാൽ എന്താ? സെല്ല് ഡിസ്ട്രപ്റ്റ് ആവുക, നശിപ്പിച്ചു കളയുക. ഓക്കെ, അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ച്വലി റിമൂവ് ദ ഗ്രൂപ്പ് ഫ്രം സബ്സ്ട്രേറ്റ്. ഗ്രൂപ്പ്സുകളെ സബ്സ്ട്രേറ്റ്സുകളിൽ നിന്ന് റിമൂവ് ചെയ്യുകയും പക്ഷേ ഹൈഡ്രോലൈസിസ് യൂസ് ചെയ്യുന്നില്ല. വാട്ടർ മോളിക്യൂൾ വെച്ചിട്ടല്ല അവിടെ എന്ത് ചെയ്യുന്നത്? ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. യൂഷ്വലി ഇറ്റ് ഫോം എ ഡബിൾ ബോണ്ട് പ്രോസസ്. 2 ബോണ്ട്സുകൾ ഫോം ചെയ്തിട്ടാണ് അവിടെ എന്ത് നടക്കുന്നത്? നമ്മുടെ ഈ പരിപാടി നടക്കുന്നത് അല്ലെ. എന്ത് നടക്കുന്നത്? റിയാക്ഷൻസുകൾ നടക്കുന്നത്. ഓക്കെ, ഇവിടെ ആക്ച്വലി സബ്സ്ട്രേറ്റ്സിൽ നിന്നും നമുക്ക് ആരെ മാറ്റണം? നമ്മുടെ ഗ്രൂപ്പ്സുകളെ റിമൂവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് വാട്ടറിന്റെ ആവശ്യമില്ല. വാട്ടർ അല്ല ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്, മറിച്ച് അവിടെ ആക്ച്വലി അവരെന്താ ചെയ്യുന്നത്? ഡബിൾ ബോണ്ട് പ്രൊസീജിയർ ആണ്. they will form an extra bond and ഡബിൾ ബോണ്ട് ആയി മാറിയിട്ട് ആണ് ആ പ്രോസസ് അവിടെ കംപ്ലീറ്റ് ആക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ 4ാമത്തെ എൻസൈമായ ലൈസിസ് എൻസൈം. ഇനി അടുത്തത് ഐസോമറേസ് എൻസൈം. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ. ഐസോമിയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 സെക്കൻഡ്. ഒരേപോലത്തെ ആൾക്കാർ അല്ലെ, ഒരേപോലത്തെ ആൾക്കാർ. ഓക്കെ, അപ്പോ ഇവരെ സംബന്ധിച്ച് ഇറ്റ് കാറ്റലൈസ് ദ കൺവേർഷൻ ഓഫ് 1 ഐസോമിയർ ടു അനദർ. ഒരു ഐസോമറിൽ നിന്നും മറ്റൊരു ഐസോമറിലേക്ക് അവിടെ എന്ത് ചെയ്യുന്നതാണ്? ആ കാറ്റലൈസേഷനെ കൺവേർട്ട് ചെയ്യുന്നു. കൺവേർഷൻ ഓഫ് 1 ഐസോമിയർ ടു അനദർ. ഇത്തരത്തിലുള്ള റിയാക്ഷൻസുകൾ നടക്കുന്നതിന് നമ്മൾ എന്തൊക്കെ വിളിക്കുന്നുണ്ട്? ഒപ്റ്റിമൽ ഐസോമേഴ്സ് ഉണ്ട്, ജിയോമെട്രിക് ഐസോമേഴ്സ് ഉണ്ട്, പൊസിഷൻ ഐസോമേഴ്സ് ഉണ്ട്. പഠിച്ചിട്ടില്ലേ ഇതൊക്കെ കുഞ്ഞിലെ? ഇത് തന്നെ ജസ്റ്റ് ചിരി എക്സാമ്പിൾസ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ എക്സാമ്പിൾസും കൂടി പറഞ്ഞു തീർത്താൽ എന്ത് പറ്റും? നിങ്ങൾക്ക് കുറച്ചും കൂടെ മാർക്ക് കിട്ടും. പക്ഷെ സാച്ചുറേറ്റഡ് അവസ്ഥയായിരിക്കും. ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, അപ്പോ നോക്കിക്കേ, ഐസോമറൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റലൈസ്. എന്താ കാറ്റലൈസ് ചെയ്യുന്നത്? കൺവേർഷൻ ഓഫ് 1 ഐസോമർ ടു അനദർ ഐസോമർ ആണല്ലോ. ഇങ്ങനെ നടത്തുമ്പോ അവിടെ പ്രധാനമായിട്ട് ആരൊക്കെ വരുന്നുണ്ട്? ഒപ്റ്റിമൽ ഐസോമർ, ജിയോമെട്രിക് ഐസോമർ ആൻഡ് പൊസിഷൻ ഐസോമർ. ഓക്കെ, so the 6th one is the ligase enzyme. ഈ എൻസൈംസ് നിങ്ങൾ ബയോടെക്നോളജി ചാപ്റ്റേഴ്സിലൊക്കെ പ്രധാനമായിട്ട് കാണുന്ന ആളാണല്ലേ. ആര്? ലൈഗേസ് എൻസൈം എന്താ ചെയ്യുന്നത്? ജോയിന്റ് ചെയ്യിക്കാനല്ലേ. ഇവിടെയും അത് തന്നെ. നോക്കിക്കേ, it will join 2 molecules together. പ്രധാനമായിട്ടും നമ്മുടെ കാർബൺ ഓക്സിജൻ ബോണ്ടിങ്ങില്, കാർബൺ സൾഫർ ബോണ്ടിങ്ങില്, അതുപോലെ തന്നെ കാർബൺ നൈട്രജൻ, ഫോസ്ഫറസ് ഓക്സിജൻ, ഇത്രയും ബോണ്ടിങ്ങിലൊക്കെയാണ് നമ്മൾ പൊതുവെ ആരെ യൂസ് ചെയ്യുന്നത്? ലൈഗേസ്. സിന്തറ്റിക് അല്ലല്ലോ, നമ്മളുടെ എന്താ പറയാ, ഗ്ലൂ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് അല്ലേ. ശരിയല്ലേ? സിസേഴ്സ് ആരായിരുന്നു? റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് എൻസൈം ആണല്ലേ. നമ്മുടെ ബയോടെക് ചാപ്റ്ററിലൊക്കെ നമ്മൾ ഇത് പഠിക്കുന്നുണ്ട്. നമ്മൾ 10th പഠിച്ചിട്ടുണ്ട് ഇവരൊക്കെ അല്ലെ, ഓർക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ ലൈഗേസ് എൻസൈം എന്ന് പറയുമ്പോൾ മെയിൻലി 2 മോളിക്യൂൾസുകളെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്?
ഫ്യൂസ് ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. മോളിക്കുലാർ ഗ്ലൂ ആയിട്ട് നമുക്ക് ഗ്ലൈഗേസിനെ വിളിക്കുമ്പോൾ മോളിക്കുലാർ സിസേഴ്സ് ആയിട്ട് നമുക്ക് ആരെ വിളിക്കാം? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമിനെ വിളിക്കാം. ഓക്കെ, എക്സോയും ഉണ്ടല്ലേ. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കോഫാക്ടേഴ്സ് എന്നാണ് നമ്മൾ നോക്കുന്നത്. വാട്ട് ഈസ് മീൻ ബൈ കോഫാക്ടേഴ്സ്? ഓക്കെ, കോഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ആക്ച്വലി ഒരു എൻസൈമിന്റെ പ്രോട്ടീൻ പാർട്ടാണ്. ഒരു എൻസൈമിന്റെ പ്രോട്ടീൻ പാർട്ടാണ് ആര്? നമ്മളുടെ കോ എൻസൈംസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദി അപ്പോ എൻസൈം. ഓക്കെ, അപ്പോ എൻസൈം എന്താണ്? കോഫാക്ടേഴ്സ് തന്നെയാണ്. കോഫാക്ടേഴ്സ് എന്താണ് ആക്ച്വലി? ഇറ്റ്സ് എ പ്രോട്ടീൻ പാർട്ട് ഓഫ് ആര്? ഒരു എൻസൈമിന്റെ പ്രോട്ടീൻ പാർട്ടാണ്. അപ്പൊ ഒരു നോൺ പ്രോട്ടീൻ പാർട്ട് ഉണ്ടാവുമല്ലോ, ആ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഒന്നുമില്ല, ഇതാ നോക്കിക്കേ, ഒരു എൻസൈം, ആ എൻസൈമിന് രണ്ട് വശങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു പ്രോട്ടീൻ പാർട്ടും ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും. ഇപ്പൊ നമുക്ക് രണ്ട് മക്കളുണ്ട്. ഒരാള് നല്ല ലൈക്ക് ബോഡി കോൺഷ്യസ് ആണ്, ഹെൽത്ത് കോൺഷ്യസ് ആണ്, നല്ല രീതിയിൽ എന്താണ് പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നല്ല സെറ്റ് ലൈഫ് കൊണ്ടുപോകുന്ന ഒരാള്. നമുക്ക് വേറൊരു മോനുണ്ട്, അവൻ വലിയ പ്രോട്ടീൻ കാര്യങ്ങളായിട്ടൊന്നും കഴിക്കില്ല, വെറുതെ അലവലാതി ഭക്ഷണമൊക്കെ കഴിച്ച് ദേഹം നശിപ്പിക്കുന്ന ഒരു ചെറുക്കനാണ്. അപ്പൊ അതുകൊണ്ടിട്ട് അമ്മ ഈ മോനെ എപ്പോഴും അപ്പോ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. മോനെ നീ ഭക്ഷണം കഴിച്ചോ, മോനെ പാല് കുടിച്ചോ, മോനെ മുട്ട കുറച്ചും കൂടി വേവിക്കട്ടാ എന്ന് എപ്പോഴും അപ്പോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഇവനെ വലിയ മൈൻഡൊന്നുമില്ല, ഇവൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് എന്താണ് എപ്പോഴും ഒരു ലൈക്ക് ഒരു ലാഘവത്തോടു കൂടി ആയിരിക്കും അമ്മ ഇവനെ കാണുന്നത്. ഓക്കെ, സോ അവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? കോഫാക്ടർ എന്ന് വിളിക്കുന്നു. പക്ഷേ ദ കോഫാക്ടർ ആർ നെസസറി ഫോർ ദ എൻസൈം ആക്ടിവിറ്റി. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഇവൻ ഒട്ടും ആക്റ്റീവ് അല്ല. ഇവൻ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ചടകുത്തി ഇങ്ങനെ ലൈക്ക് ഭയങ്കര വിഷമിച്ചൊക്കെ ഇരിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾ കരുതണം. പക്ഷെ ഇവൻ അങ്ങനെയല്ല, ഇവൻ ഭയങ്കര അടിപൊളിയാണ്. കാരണം ഇവനാണ് ആ വീട്ടില് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നത്. ഹി നീഡ് ഓർ നെസസറി ഫോർ ദ എൻസൈം ആക്ടിവിറ്റി. അതുകൊണ്ടിട്ട് മാത്രം ഒരു കാര്യമുണ്ട്, ഇവൻ വീട്ടില് 3 പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് ഓർക്കാൻ വേണ്ടി പറയണം കേട്ടോ. ഒരു പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് ഓഫ് പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. അവനെ പോലെ എന്താണ് കോഎൻസൈമിനെ പഠിപ്പിക്കുന്നുണ്ട്, കോഫാക്ടർ കോഎൻസൈം. പിന്നെ എന്താണ് മെറ്റൽ അയോൺസുകൾ, മെറ്റൽ മണിയോണാങ്കൾമാരുടെ മക്കളെ അവൻ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാം? ഒരമ്മ, ആ അമ്മക്ക് 2 മക്കളുണ്ട്. ആ അമ്മക്ക് 2 മക്കളിൽ ഒരുത്തൻ നന്നായിട്ട് പ്രോട്ടീൻ ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റൊരുത്തൻ പ്രോട്ടീൻ ഒന്നും അങ്ങനെ തിന്നാത്തവനാണ്. പക്ഷേ ഈ പ്രോട്ടീൻ ഭക്ഷണം കഴിക്കുന്ന മോൻ ഒട്ടും ആക്റ്റീവ് അല്ല. ഓക്കെ, പ്രോട്ടീൻ പാർട്ടും ഉണ്ട്, നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ട്. അപ്പോ ഇവരെ സംബന്ധിച്ച് ഇവൻ എങ്ങനെയാണ്? നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, അമ്മ അപ്പൂ എന്നാണ് ഭക്ഷണം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇവരെ പക്ഷെ നമുക്ക് വലിയ വിലയൊന്നുമില്ല. സോ ഇവനിങ്ങനെ ഒരുമാതിരി ലൈക്ക് ഇങ്ങനെ ഭയങ്കര ലൈക്ക് അലവലാതി ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ അവനെ കിട്ടിയാൽ കഴിക്കൂ എന്നുള്ള ഇതാ. പക്ഷേ നമ്മളുടെ നോൺ പ്രോട്ടീൻ പാർട്ടിലാണ് ഏറ്റവും കൂടുതൽ എൻസൈം ആക്ടിവിറ്റി കാണിക്കുന്നത്. അതായത് ഈ ചെക്കൻ ഇവൻ ഒട്ടും ആക്റ്റീവ് അല്ല. ആളിങ്ങനെ അമ്മ തരുന്ന ഭക്ഷണം കഴിക്കുന്നു, വണ്ണം വെക്കുന്നു, മസിലൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷെ ഇവനെ സംബന്ധിച്ച് ഇവൻ ഭയങ്കര ആക്റ്റീവാണ്. അതുകൊണ്ടിട്ട് തന്നെ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? 3 സെറ്റ് ഓഫ് പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്നത്, പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് ഓഫ് പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്നത്, അവനെ പോലത്തെ കോ എൻസൈം എന്ന് പറയുന്ന ഒരു കൊച്ചിന് ക്ലാസ് എടുക്കുന്നുണ്ട്. ആൻഡ് മറ്റുള്ള പണിക്ക് പോകുന്ന നമ്മുടെ ആൾക്കാരുടെ മക്കൾക്കും അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കോഫാക്ടേഴ്സോട് ഞാൻ എളുപ്പമായില്ലേ? ഇനി അപ്പൊ എന്താണ് ഈ പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ്സ്? ഓക്കെ, അപ്പൊ ഈ ഗ്രൂപ്പിലെ കുട്ടികൾ, അയാളുടെ കുട്ടികളെ സംബന്ധിച്ച് അവർ ഭയങ്കര ഓർഗാനിക് ആണ്. അതായത് ആ പിള്ളേര് ഭയങ്കര സത്യസന്ധരാ. അതായത് എന്തുണ്ടെങ്കിൽ അതാത് പറയും. സാറെ മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ പുള്ളി ഒന്നും കൂടെ പറഞ്ഞു കൊടുക്കും. അങ്ങനത്തെ ഇത് ടൈറ്റ്ലി ആൻഡ് പെർമനന്റ്ലി ബൗണ്ടഡ് ടു ദ അപ്പോ എൻസൈം. പക്ഷെ വിഷയം എന്താന്ന് വെച്ചാല് ഈ ചെക്കന്മാര്, അതായത് ഈ ട്യൂഷൻ എന്ന കുട്ടികള് എപ്പോഴും ഇവന്റെ ചേട്ടനായിട്ടാ കമ്പനി. ചേട്ടൻ ഏതാ? അമ്മേന്റെ ഇഷ്ടപ്പെട്ട പ്രോട്ടീൻ പാർട്ട്, പ്രോട്ടീൻ ഭക്ഷണം കഴിക്കുന്ന ചേട്ടനായിട്ടാണ് ഇവന്മാർക്ക് കമ്പനി. ഇവന്മാരെ ഓർഗാനിക്കാ, ഉള്ളതുപോലെ പറയും. സാറേ എനിക്ക് സാറിന്റെ ക്ലാസ് ഇഷ്ടമാണ്, പക്ഷെ മറ്റേ ചേട്ടന്റെ മസിലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറേ എന്നിങ്ങനെ പറയും. സോ ഇറ്റ് വിൽ ഫോം എ പാർട്ട് ഓഫ് ആക്റ്റീവ് സൈഡ്. പക്ഷെ ഗുണം എന്താ കിട്ടിയേ? ഈ നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള ചെക്കന്റെ പഠിത്തമൊക്കെ ആർക്ക് കിട്ടുന്നുണ്ട്?
ഇവന്റെ ട്യൂഷൻ പിള്ളേർക്ക്, പ്രോസ്തെറ്റിക് ഗ്രൂപ്പിലെ പിള്ളേർക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇവന്മാരെ ഇഷ്ടമായതുകൊണ്ട് ഈ പ്രോട്ടീൻ ചെക്കിന് എന്തുണ്ട്, അതിന്റെ ചെറിയൊരു ബെനിഫിറ്റ് കിട്ടി അല്ലെ. സോ ഇറ്റ് വിൽ ഫോം പാർട്ട് ഓഫ് ആക്റ്റീവ് സൈറ്റ്. എക്സാമ്പിൾ ഹീം ഇൻ അവർ പെറോക്സിഡേസ് ആൻഡ് കാറ്റലേസ്. ഓക്കെ, കാറ്റലേസിലും പെറോക്സിഡേസിലുള്ള ഹീം ഇതിനൊരു എക്സാമ്പിൾ ആണെന്ന് നമുക്ക് പറയാം. ആൻഡ് ദീസ് എൻസൈം വിൽ ബ്രേക്ക് ഡൗൺ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ ടു വാട്ടർ ആൻഡ് ഓക്സിജൻ. പിന്നീട് ഇവയാണ് എന്ത് ചെയ്യുന്നത്, ഹൈഡ്രജൻ പെറോക്സൈഡിനെ വാട്ടർ ആൻഡ് ഓക്സിജൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പൊ ആദ്യത്തെ സെറ്റ് പിള്ളേർ കൊള്ളാം അല്ലെ. അമ്മമാര് ഓർഗാനിക് ആണ്, അമ്മമാർക്ക് ഇഷ്ടമുള്ളതൊക്കെ അമ്മമാര് പറയും. സാറിന് ഇഷ്ടമാണ്, പക്ഷെ സാറിന്റെ ചേട്ടന് കുറച്ചും കൂടെ കാര്യം ആയതുകൊണ്ടിട്ട് അവന്മാർക്ക് അവിടെ പ്രോട്ടീൻ പാർട്ടിന് ചെറിയ രീതിയിൽ എന്തുകൊണ്ട് ഒരു ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇനി അവനെ പോലത്തെ ഉള്ള പിള്ളേര് കോഎൻസൈംസ്, ഇവരും എങ്ങനെയാണ്, ഇവരും സാറിനോട് ഭയങ്കര ഓർഗാനിക്കാ, ഭയങ്കര സത്യസന്ധന്മാരാ, എല്ലാം പറയും സാർ സൂപ്പറാണ്, സാർ എടുക്കുന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പറയും. പക്ഷേ ഇവന്മാര് സാറിനായിട്ടാണ് കുറച്ചും കൂടെ കമ്പനി. കാരണം ദേ ആർ ലൂസ്ലി ആൻഡ് ടെമ്പററിലി അറ്റാച്ച്ഡ് ടു ദ എൻസൈം. എൻസൈമായിട്ട് എന്താണ്, അതായത് ഈ പുള്ളിക്കാരന്റെ അമ്മയായിട്ട് എന്താണ് ഒരു കമ്പനി ഇല്ല. ലൂസ്ലി ആൻഡ് ടെമ്പററിലി അറ്റാച്ച്ഡ് ആണ്. പുള്ളിക്കാരൻ എന്തെങ്കിലും ചോദിച്ച ട്യൂഷനക്കാരും എന്തെങ്കിലും മിണ്ടും. ആര്, കോഫാക്ടറെ പോലെ ഇരിക്കുന്ന, മാഷിനെ പോലെ ഇരിക്കുന്ന പിള്ളേർ. ഓക്കെ, ഇറ്റ് വിൽ ഓൺലി ബൈൻഡ് ഡ്യൂറിങ് ദ റിയാക്ഷൻ. അവിടെ എന്തെങ്കിലും പ്രോഗ്രാമുകൾ വരുമ്പോൾ മാത്രമേ ആ ട്യൂഷൻ ചെക്കൻ്റെ അമ്മേനോട് ഇവര് മിണ്ടത്തുള്ളൂ. ഓക്കെ, മെനി കോഎൻസൈംസ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ വൈറ്റമിൻസ്. വൈറ്റമിൻസിൽ നിന്നാണ് ഒരുപാട് കോഎൻസൈംസുകൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ NAD, NADP ഒക്കെ ഇവിടെ വരുന്ന എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് മെറ്റൽ അയൺസ്, മെറ്റൽ പണിക്കാരുടെ മക്കള്. ഓക്കെ, ഇവരെ സംബന്ധിച്ച് സം എൻസൈംസ് റിക്വയർ മെറ്റൽ അയൺ ഫോർ ആക്ടിവിറ്റി. നമുക്ക് അറിയാം അല്ലെ, ചില എൻസൈംസുകൾക്ക് മെറ്റൽ അയൺസുകളുടെ ആക്ടിവിറ്റി ഉണ്ടെങ്കിലേ അവർക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു വളരാനുള്ള ഒരു ത്വര ഉണ്ടാവുള്ളൂ, ഒരു സ്പീഡ് വെക്കാനുള്ള ഒരു ഊർജ്ജമൊക്കെ കിട്ടത്തുള്ളൂ. ഇറ്റ് വിൽ ഫോം ആക്ച്വലി കോർഡിനേഷൻ ബോണ്ട് ബിറ്റ്വീൻ ദ എൻസൈംസ്. എൻസൈംസുകളുടെ ഇടയിൽ ഒരു കോർഡിനേഷൻ ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ബൈൻഡ് വിത്ത് സബ്സ്ട്രേറ്റ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ സിങ്ക് ഒരു കോഫാക്ടർ ആണ് ഫോർ ദ എൻസൈം കാർബോക്സി പെപ്റ്റൈഡേസ്. കാർബോക്സി പെപ്റ്റൈഡേസ് എന്ന് പറയുന്ന ആൾക്കായിട്ട് അയാൾ ഒരു കോഫാക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, സിങ്ക്. ഓക്കെ, ആൻഡ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇഫ് ദ കോഫാക്ടർ ഈസ് റിമൂവ്, കോഫാക്ടർ മാറ്റി. ഓക്കെ, നമ്മുടെ ട്യൂഷൻ ചേട്ടനെ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് മാറ്റി, നോൺ പാർട്ടായിട്ടുള്ള ചേട്ടനെ അടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ദ എൻസൈം വിൽ ലോസ് ദ ആക്ടിവിറ്റി. ആ വീട് എന്ത് പറ്റും, ഉറങ്ങിയതുപോലെ ആവൂലേ. ആകെ ആക്റ്റീവ് ആയിട്ടുള്ളത് നമ്മുടെ കോഫാക്ടർ ചേട്ടനാണ്, അയാളാണ് ട്യൂഷൻ എടുക്കുന്നത്. അപ്പൊ എന്ത് പറ്റുന്നു, മെല്ലെ മെല്ലെ എന്ത് സംഭവിക്കുന്നു, എൻസൈം വിൽ ലോസ് ദ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ആൻഡ് ദ എൻസൈം ബിക്കം എന്തായി മാറുന്നു, ഇനാക്റ്റീവ് ആയി മാറുന്നു. ആ വീടെ നശിഞ്ഞു പോകുന്നു അല്ലെ. എപ്പോഴും വീട്ടില് 2 ടൈപ്പ് മക്കളെ ഉണ്ടാവും അല്ലെ, നല്ല ജഡ്ജിന് മക്കളും ഭയങ്കര ഇങ്ങനെ പാവം തൂങ്ങി മക്കളും. നല്ല ഒച്ചപ്പാടും ബഹളവും ഒത്തിരി കുരുത്തക്കേടുള്ള പിള്ളേരാണെങ്കിൽ ആ വീട് നല്ല രസമായിരിക്കും അല്ലെ. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും എന്താണ് ഒരു രസമൊക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ച് മറ്റാളാണെങ്കിലോ ഇങ്ങനെ ഇരിക്കും അല്ലെ, വലിയ ഒച്ചനക്കവും ബഹളമൊന്നും ഉണ്ടാവത്തില്ല ആണല്ലോ. ഓക്കെ, അപ്പോ ഇത്രേ ഉള്ളൂ നമ്മുടെ ബയോമോളിക്യൂൾസിന്റെ ലാസ്റ്റ് സെറ്റ് ഓഫ് ടോപ്പിക്സ്. അപ്പൊ മക്കൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, താങ്ക് യു.